തിരുവനന്തപുരത്ത് 3 സ്റ്റേഷൻ പരിധികളിലാണ് 5 കൊലപാതകം നടത്തിയത് 23 വയസ്സുകാരനായ അഫാൻ. ഉമ്മയും സഹോദരനും അടക്കമുള്ള കുടുംബത്തിലെ 5 പേരെയും തൻ്റെ പെൺസുഹൃത്തായ ഫർസാന എന്ന പെൺകുട്ടിയെയുമാണ് ഇയാൾ അതിദാരുണമായി കൊലപ്പെടുത്തിയത്. ഇതിൽ 5 പേർ മരണപ്പെടുകയും ഉമ്മ എന്ന ഷമീനയുടെ അവസ്ഥ അതീവ ഗുരുതര നിലയിൽ തുടരുകയുമാണ്. കൃത്യം നടത്തിയ പ്രതി പോലീസ് സ്റ്റേഷനിൽ വന്ന് താൻ 6 പേരെ കൊന്നുവെന്നും ഇപ്പോൾ എലിവിഷം കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ഇതേ തുടർന്ന് നിലവശളായ അഫ്സാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. സാമ്പത്തിക തകർച്ച മൂലമാണ് കൊല നടത്തിയതെന്നും ഇനി മുന്നോട്ട് കുടുംബവുമായി ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് താൻ എത്തിയതുമെന്നുമാണ് അഫാൻ പറഞ്ഞത്. ആദ്യവേളയിൽ അഫാൻ്റെ വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടിയെ ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സ്ഥലം എവിടെയാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെയായിരുന്നു. പിന്നീടാണ് ഫർസാന എന്ന അഫാൻ്റെ പെൺസുഹൃത്തിൻ്റെ പൂർണ്ണ വിവരം പുറത്തു വരുന്നത്. വൈകുന്നേരം ട്യൂഷൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഫർസാന തൻ്റെ വീട് വിട്ടിറങ്ങുന്നത്. ശേഷം അഫാൻ്റെ കൂടെ അഫാൻ്റെ വീട്ടിലെത്തുകയായിരുന്നു. താനില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഫർസാന പറഞ്ഞതിൻ്റെ പേരിലാണ് ഫർസാനയെ കൊലപ്പെടുത്തിയത് എന്നാണ് അഫാൻ പറഞ്ഞത്. അഫാൻ മാത്രമല്ല ഇതിൽ കുറ്റവാളി. നിരന്തരമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂര കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ലഹരി തന്നെയാണ് ഇതിലും വില്ലനായി മാറിയത് എന്നുള്ള വാർത്തയാണ് അവസാന നിമിഷങ്ങളിൽ പുറത്തു വരുന്നത്. അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നു. അത് ഏത് തരം ലഹരി മരുന്നാണ് എന്നുള്ള കാര്യം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഈ കൃത്യങ്ങൾ ചെയ്യാൻ അഫാനെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും. മനുഷ്യ മനഃസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് അഫാൻ എന്ന 23 വയസ്സുകാരൻ ചെയ്ത ഈ ക്രൂര കൊലപാതകങ്ങൾ. അഫാൻ്റെ മാതാവായ ഷമീന ഇന്ന് ആദ്യമായി കണ്ണു തുറന്നപ്പോൾ തൻ്റെ ഇളയ മകനെ ചോദിച്ചു എന്നാണ് വാർത്താമാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരം. ഈയിടയിൽ ഉമ്മ അഫാനെക്കുറിച്ചും ചോദിച്ചില്ല. ഇത്തരത്തിൽ സ്വന്തവും ബന്ധവും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മക്കളെ മാറ്റിമറിക്കുന്ന ലഹരിയെ ഇനിയും തുടച്ചു നീക്കാനും ഇതിനുവേണ്ടി ശക്തമായ നടപടി തുടരാനും ഇതുവരെ സമയമായിട്ടില്ലേ? ഇനിയും എത്ര ക്രൂര കൊലപാതകങ്ങൾ നമ്മൾ കേട്ടു നിൽക്കേണ്ടി വരും? എന്നിരുന്നാലും ഇപ്പോഴും അഫാൻ ഇത്തരത്തിലൊരു ക്രൂര കൃത്യം ചെയ്യുവാനുള്ള വ്യക്തമായ കാരണം എന്താണെന്നുള്ളത് പുറത്തെത്തിയിട്ടില്ല. സ്വബോധമുള്ള ഒരു മനുഷ്യനും ഇത്തരത്തിൽ മൃഗീയമായ രീതിയിൽ മനുഷ്യരോട് പെരുമാറാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും ഉറപ്പാണ്. അഫാൻ്റെ സഹോദരൻ വളരെ പാവമായ ഒരു കുട്ടിയായിരുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അഫാന് അവനെ വളരെയേറെ ഇഷ്ടമായിരുന്നു എന്നും ഇവരെ അടുത്തറിയുന്നവർ പറയുന്നു. തൻ്റെ അനിയന് ഇഷ്ടമുള്ള ഭക്ഷണമായ മന്തി ഇന്നലെ വാങ്ങിക്കൊടുത്ത് അഫാൻ അതിന് ശേഷമാണ് തൻ്റെ സ്വന്തം അനിയനെയും ഇയാൾ ക്രൂരമായി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്.